അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നാളെ ചൊവ്വാഴ്ച നമുക്ക് നടക്കാനുള്ള പരീക്ഷ ലിസാനുൽ ഖുർആനാണ്. ലിസാനുൽ ഖുർആൻ അറബിയിലായതുകൊണ്ട് വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ലിസാനിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ 4 പാഠഭാഗങ്ങളാണ്. ഒന്നാമത്തത് അനദാരിസുൻ, 2 ഹാദ ബൈത്തുൻ, മൂന്നാമത്തത് അൻത ഇബ്നുൻ, നാലാമത്തത് മാ ഹാദ. ഈ 4 പാഠങ്ങളാണ് ഈ പാദവാർഷിക പരീക്ഷയ്ക്ക് നാം പഠിക്കേണ്ടത്. അതിൻ്റെ ഒരു ഫുൾ റിവിഷനാണ് ഇതിലൂടെ നമ്മൾ പറയുന്നത്. വിദ്യാർത്ഥികൾ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ആദ്യത്തെ പേജിൽ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പേജാണ്. കാരണം ഇനി വരാനുള്ള 4 പാഠങ്ങളിലും ഈ പേജിലുള്ള ചിത്രങ്ങളുടെ പേരുകളാണ്. ഇത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് വാക്കുകളും മറ്റും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പേജിലുള്ള എല്ലാ ചിത്രങ്ങളും അതിൻ്റെ അറബിയും വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കണം. നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് ഒരു വീടാണ്. വീടിന് നമ്മൾ എന്താ പറയുക? ബൈത്തുൻ എന്നാണ് പറയുക. വീടിന് ബൈത്തുൻ എന്നാണ് പറയുക. ഈ വീട്ടിൽ തന്നെ ഇവിടെ ഒരു ഡോറുണ്ട്. ഡോറിന് നമ്മൾ എന്ത് പറയും? ബാബുൻ എന്ന് പറയും. പിന്നെ ഇവിടെ ഒരു സൈക്കിൾ ഉണ്ട്. സൈക്കിളിന് ദറാജത്തുൻ. കാറുണ്ട്. കാറിന് സയ്യാറത്തുൻ. ഇവിടെ പഴമുണ്ട്. പഴത്തിന് മൗസുൻ. ഇവിടെ ഒരു അണ്ണാനുണ്ട്. അണ്ണാന് സിൻജാബുൻ. മരമുണ്ട്. ഷജറത്തുൻ. അതുപോലെ താഴെ ഒരു പൂച്ചയുണ്ട്. പൂച്ചക്ക് ഹിറത്തുൻ. ഇവിടെ പശുവുണ്ട്. പശുവിന് ബഖറത്തുൻ. ഇവിടെ ഒരു മുയലുണ്ട്. അർനബുൻ. പൂവൻകോഴിയുണ്ട്. ദീക്കുൻ. പെടക്കോഴിയുണ്ട്. ദജാജത്തുൻ. ഇവിടെ പൂവുണ്ട്. പൂവിന് നമ്മൾ പറയുക സഹറത്തുൻ. ഇനി ഇവിടെ വിദ്യാർത്ഥിയുണ്ട്, വിദ്യാർത്ഥിനിയുണ്ട്, വിദ്യാർത്ഥിയുണ്ട്. വിദ്യാർത്ഥിനിക്ക് നമ്മൾ ദാരിസത്തുൻ എന്ന് പറയുക. വിദ്യാർത്ഥിക്ക് ദാരിസുൻ എന്നാണ് പറയുക. ഇവരെ കയ്യിൽ ബുക്കുണ്ട്. ബുക്കിന് നമ്മൾ കിതാബ് എന്നാണ് പറയുക. കിതാബ് ഇവിടെയും ഉണ്ട്. അതുപോലെ ബാഗുണ്ട്. ബാഗിന് നമ്മൾ ഹഖീബത്ത് എന്നാണ് പറയുക. ഇവിടെ ഒരു മേശയുണ്ട്. മേശക്ക് താവിലത്ത്. മേശയുടെ മുകളിൽ ഒരു പേനയുണ്ട്. പേനക്ക് കലമ്. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇത് ഉസ്താദാണ്. അപ്പോൾ ഉസ്താദുൻ. ഉസ്താദ് എവിടെ ഇരിക്കുന്നത്? ചെയറിലാണ്. ചെയറിന് കസേരക്ക് നമ്മൾ കുർസി. ഇവിടെ ഒരു ആൺകുട്ടിയുണ്ട്. ആൺകുട്ടിക്ക് നമ്മൾ ഇബ്ന്. അപ്പോൾ ഈ പേജിലുള്ള ചിത്രങ്ങൾ, ഈ ചിത്രങ്ങളുടെ മുഴുവൻ അറബിയും ഒരു കുട്ടിയുടെ മനസ്സിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇതിനനുസരിച്ചാണ് നമ്മൾ ബാക്കിയുള്ള 4 പാഠങ്ങളും വരുന്നത്. ഒന്നാമത്തെ പാഠം അദ്ദറുസുൽ അവ്വലു അനദാരിസുൻ. ഇവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഇവിടെ കണ്ടോ, ഈ റെഡ് കളർ ചെയ്യപ്പെട്ട ഈ ഒരു വേർഡ് മാത്രമാണ് ഈ പാഠത്തിൽ പ്രധാനമായും പഠിക്കാനുള്ളത്. അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. അപ്പൊ അനദാരിസുൻ. നമ്മൾ നേരത്തെ ഇത് ദാരിസാണ്, ഇത് ദാരിസാണ്, വിദ്യാർത്ഥിയാണ്. അപ്പൊ അനദാരിസുൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിദ്യാർത്ഥിയാകുന്നു. അനദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാകുന്നു. ഇനി താഴെ ഇവിടെ കുറേ ചിത്രങ്ങളുണ്ട്. നേരത്തെ നമ്മൾ കണ്ട അതേ ചിത്രങ്ങൾ തന്നെയാണ്. അതിനെല്ലാം അന കൂട്ടി പറയുക. ഉദാഹരണം, അന അർനബുൻ. അന അർനബുൻ, ഞാൻ മുയലാണ്. അന അനാനാസുൻ, ഞാൻ പൈനാപ്പിൾ ആണ്. അന മൗസുൻ, ഞാൻ പഴമാണ്. അന സിൻജാബുൻ, ഞാൻ അണ്ണാനാണ്. അന ഉസ്താദുൻ, ഞാൻ ഉസ്താദാണ്. അന ദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. ഇവിടെ അന ദാരിസത്തുൻ, പെണ്ണായതുകൊണ്ട് ദാരിസത്തുൻ. അനദാരിസത്തുൻ. അപ്പൊ സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ അവസാനത്തിൽ ഹാത്ത ഉണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പിന്നീട് അടുത്ത പാഠങ്ങളിലൊക്കെ അതൊന്നും കൂടെ ഉപകാരപ്രദമാവും. അനദാരിസത്തുൻ, ഞാൻ വിദ്യാർത്ഥിനിയാണ്. അന സഹറത്തുൻ, ഞാൻ പൂവാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ അന വെച്ച് പറയുക. അത് പറയുന്നതിലൂടെ അന എന്നുള്ള വാക്ക് ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിലങ്ങ് പതിയണം, മറക്കാത്ത രൂപത്തിൽ. ഇനി സ്വന്തമായിട്ട് പറഞ്ഞു നോക്കുക. അന സുഹൈലുൻ, അല്ലെങ്കിൽ അന യാസീനുൻ. ഓരോരുത്തരും അവരെ പേര് വെച്ചിട്ട് അന വെച്ച് പറഞ്ഞാൽ ഞാൻ യാസീനാണ്, അല്ലെങ്കിൽ ഞാൻ സുഹൈലാണ്, ഞാൻ ആലിയയാണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ പേര് വെച്ച് പറഞ്ഞു നോക്കാം. ഏതായാലും അന എന്ന് വെച്ചാൽ ഞാൻ എന്നുള്ളതാണ് അർത്ഥം.
ഇവിടെ വേറെയും ഉദാഹരണം തന്നിട്ടുണ്ട്. അന ബാസിമുൻ, ഞാൻ ബാസിമാണ്. അന ലുബന, ഞാൻ ലുബനയാണ്. അന ദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. അന ദാരിസത്തുൻ, ഞാൻ വിദ്യാർത്ഥിനിയാണ്. ഇനി ഇവിടെ നമുക്കുള്ളൊരു ആക്ടിവിറ്റി നക്തുബു, എഴുതാനാണ്. ഇവിടെ ഒരു മുയൽ തന്നിട്ടുണ്ട്, മുയലിന്റെ ഫോട്ടോ തന്നിട്ടുണ്ട്, എന്നിട്ട് അന ഡാഷ്. അപ്പൊ നമുക്ക് ഈ മുയലിൽ എന്താണ് അറബിയിൽ പറയുക എന്നുള്ളത് ഓർമ്മയുണ്ടായാലേ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റൂ. അന അർനബുൻ, അന അർനബുൻ. ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ പാഠത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ഒരു പിക്ചർ തന്നിട്ട് അന എന്നുള്ളത് തരും, എന്നിട്ട് ശേഷം നമ്മൾ ഫില്ലാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഉദാഹരണം മുയലിന്റെ ഫോട്ടോ തന്നിട്ട് സിൻജാബുൻ, മൗസുൻ, അതുപോലെ അനാനാസുൻ, അർണബുൻ 4 ഓപ്ഷൻ തന്നിട്ട് അതൊന്ന് കറക്റ്റ് ആയിട്ട് എടുത്തെഴുതുക. അങ്ങനെ പല രൂപത്തിലും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഏതായാലും ഏത് വസ്തുവിന്റെയും പേര് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഉത്തരം ചെയ്യാൻ കഴിയൂ. അപ്പൊ ഇവിടെ മുയലാണ്. അപ്പൊ അന അർണബുൻ, അന സിൻജാബുൻ, അന സിൻജാബുൻ. പഴം അന മൗസുൻ, അന അനാനാസുൻ. പിന്നെ ഇവിടെ ഖുർആനിന്റെ ആയത്തുകളുണ്ട്. വ അന മിനൽ മുസ്ലിമീൻ വല അന ആബിദും മാ അബത്തും. അത് രണ്ടിൽ നിന്നും അന എന്നുള്ള പദത്തിനെ കണ്ടെത്തുകയാണ് വേണ്ടത്. വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് അന എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ചെയ്യുന്നുണ്ട്. ഇതൊരു റിവിഷൻ രൂപത്തിൽ പറയുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഒന്നാമത്തെ ഈ പാഠത്തിൽ അന എന്നുള്ള ഈ ഒരു പദമാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിന്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പേജിലുള്ള എല്ലാ ചിത്രങ്ങളും, അത് 4 പാഠത്തിനും കൂടി വേണ്ടിയാണ് ഈ ചിത്രങ്ങളുടെ പേരുകൾ പഠിക്കണമെന്ന് പറയുന്നത്. അതും വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കണം. അപ്പോൾ പഠിക്കാനുള്ള അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള ഒരു എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇപ്പൊ പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതെന്താന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഇത് മൗസാണ് എന്ന് ആ രൂപത്തിൽ പ്രാക്ടിക്കലായി കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചാൽ പിന്നെ അവർ മറക്കാത്ത രൂപത്തിലേക്ക് അത് മാറും. ഏതായാലും ഈ വസ്തുക്കളുടെ പേരുകൾ അറബിയിൽ തന്നെ പറയാൻ പഠിക്കണം, എങ്കിലേ നമുക്ക് ഇവിടെ ഉത്തരം എഴുതാൻ പറ്റൂ. ഇനി രണ്ടാമത്തെ പാഠം ഹാദാ ബൈത്തുൻ. ഹാദാ ബൈത്തുൻ. ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് അർത്ഥം. ഇവിടെയും പഠിക്കാനുള്ള പ്രധാനപ്പെട്ട 2 വാക്കുകൾ ഹാദ, ഹാദിഹി എന്നുള്ളതാണ്. കണ്ടോ, ഇവിടെ ഹാദ, ഇവിടെ ഹാദിഹി. രണ്ടിന്റെയും അർത്ഥം ഇത് എന്നുള്ളതാണ്. നമുക്ക് പാഠത്തിന്റെ ഹെഡിങ്ങിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കാം. ഹാദാ ബൈത്തുൻ. ബൈത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വീടാണ് ബൈത്ത്. അപ്പൊ ഹാദാ ബൈത്തുൻ, ഇത് വീടാകുന്നു. അപ്പൊ ഇവിടെ ചില സ്ഥലങ്ങളിൽ ഹാദ എന്ന് കാണുന്നു, ചില സ്ഥലങ്ങളിൽ ഹാദിഹി എന്ന് കാണുന്നു. രണ്ടിന്റെയും അർത്ഥം ഇത് എന്നാണ്. പിന്നെ എന്താണ് വ്യത്യാസം? ഹാദ എന്നുള്ളത് ആൺകുട്ടികളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാൽ മുദക്കറായതിനെ സൂചിപ്പിക്കാൻ, പുല്ലിംഗത്തെ സൂചിപ്പിക്കാനാണ് ഹാദ എന്നുള്ളത് ഉപയോഗിക്കുക. മുഅന്നസ്, സ്ത്രീകളെ സൂചിപ്പിക്കാനുള്ളതാണ് ഹാദിഹി എന്നുള്ളത്. അത് രണ്ടും വേറെ തിരിച്ച് മനസ്സിലാക്കണം. ഹാദ, ഹാദിഹി രണ്ടിന്റെയും അർത്ഥം ഇത് എന്ന് തന്നെയാണ്. പിന്നെ ഹാദ എന്നുള്ളത് ആൺകുട്ടികളെ സൂചിപ്പിക്കാൻ, പുരുഷന്മാരെ സൂചിപ്പിക്കാൻ ഹാദ എന്നുള്ളതും, സ്ത്രീകളെ സൂചിപ്പിക്കാൻ, സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാൻ ഹാദിഹി എന്നുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. ഇനി നമുക്കതിന്റെ ഉദാഹരണങ്ങൾ നോക്കാം. ഹാദ ഇബ്നുൻ. ഇവിടെ കണ്ടു, ഇത് ആൺകുട്ടിയാണ്, അതുകൊണ്ടാണ് ഹാദ ഇബ്നുൻ എന്ന് പറഞ്ഞത്. ഇത് ആൺകുട്ടിയാകുന്നു. ഇനി നോക്ക്, ഇവിടെ പൂവൻകോഴി ആണാണല്ലോ, അതുകൊണ്ടാണ് ഹാദ ദീകുൻ. ഹാദ ദീകുൻ, ഇത് പൂവൻകോഴിയാണ്. ഇനി ഇവിടെ ഹാദ ബൈത്തുൻ. ബൈത്തുൻ എന്നുള്ളത് പുല്ലിംഗമാണ്, അതുകൊണ്ടാണ് ഹാദ ബൈത്തുൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് 3ഉം പുല്ലിംഗമായതുകൊണ്ടാണ് ഹാദ എന്നുള്ള പ്രയോഗം ഇവിടെ ഉപയോഗിച്ചത്. ഇനി അടുത്തത് ഹാദിഹി. എന്തുകൊണ്ടാണ്? ഇവിടെ സ്ത്രീയാണ്, പെൺകുട്ടിയാണ്. അപ്പൊ ഹാദിഹി ബിൻതുൻ. ഹാദിഹി ബിൻതുൻ, ഇത് പെൺകുട്ടിയാണ്. അപ്പൊ ഒരു പക്ഷേ നമുക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ഡാഷ് തന്നിട്ട് എന്നിട്ട് ബിൻതുൻ എന്ന് തരും. അപ്പൊ നമ്മളിവിടെ ഫില്ലാക്കേണ്ടി വരും. അപ്പൊ ഹാദാ ബിൻതുൻ എന്ന് മാറിപ്പോയാൽ നമ്മളെ മാർക്ക് പോകും. കാരണം പെണ്ണിന്റെ കൂടെ ഹാദിഹി എന്നാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഹാദിഹി ബിൻതുൻ. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ ഒരു വ്യത്യാസം നിർബന്ധമായും മനസ്സിലാക്കണം. ഹാദ എന്നുള്ളത് പുല്ലിംഗത്തിന്, ആണുങ്ങളെ സൂചിപ്പിക്കാനും, ഹാദിഹി എന്നുള്ളത് സ്ത്രീകളെ സൂചിപ്പിക്കാനും വേണ്ടിയാണ് എന്നുള്ള ആ ഒരു വ്യത്യാസം നിർബന്ധമായും മനസ്സിലാക്കണം. ഇവിടെ കണ്ടോ, ഹാദിഹി ദജാജത്തുൻ. ഇത് പിടക്കോഴിയാണ്, പെണ്ണല്ലേ, അതുകൊണ്ടാണ് ഹാദിഹി ദജാജത്തുൻ എന്ന് പറഞ്ഞത്. ഇനി പശു പെണ്ണാണല്ലോ, അപ്പൊ ഹാദിഹി ബഖറത്തുൻ, ഇത് പശുവാകുന്നു. ഹാദിഹി ബഖറത്തുൻ. അപ്പൊ ഇവിടെ പശു ആയതുകൊണ്ടാണ് ഹാദിഹി എന്നുള്ള പ്രയോഗം തന്നിട്ടുള്ളത്. ഹാദാ ബാബുൻ. ബാബ്, ഡോറ് പുല്ലിംഗമാണ്, അതുകൊണ്ടാണ് ഹാദാ ബാബുൻ. ഹാദിഹി ഷജറത്തുൻ. ഇവിടെ കണ്ടോ, ഷജറത്ത് മരം എന്നുള്ളത് സ്ത്രീലിംഗമാണ്. ഈ സ്ത്രീലിംഗവും പുല്ലിംഗവും മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി, കൂടുതൽ വാക്കുകളുടെയും അവസാനത്തിൽ സ്ത്രീലിംഗമാണെങ്കിൽ അതിന്റെ അവസാനത്തിൽ ഇതുപോലെ ഹാത്ത
ഇതുപോലെ ഹാത്താവ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഹാത്തായിൽ അവസാനിക്കുന്ന വാക്കുകളെല്ലാം സ്ത്രീലിംഗമായിരിക്കും. അതിന്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് ഹാദിഹി എന്നാണ്. ഇനി അല്ലാത്തത് ഹാദയും ചേർത്ത് പറയാം. ഹാദാ കുർസിയുൻ, ഹാദിഹി സയ്യാറത്തുൻ. ഇവിടെ കണ്ടോ, സയ്യാറത്തുൻ കാർ സ്ത്രീലിംഗമാണ്, അവസാനത്തിൽ ഹാത്ത ഉണ്ട്, അതുകൊണ്ട് ഹാദിഹി എന്നുള്ളത് പറഞ്ഞു. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. പശുവിന്റെ ഫോട്ടോ തന്നിട്ടുണ്ട്, പശുവിന്റെ ഫോട്ടോ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ രൂപത്തിലോ അല്ലെങ്കിൽ ഇനി ബക്കറത്തുൻ എന്ന് തന്നിട്ട് ഇവിടെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ട് അങ്ങനെയും തരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹാദിഹി ബക്കറത്തുൻ എന്ന് എഴുതണം. ഇവിടെ ഹാദിഹി ബക്കറത്തുൻ. ഹാദാ ദീകുൻ, ഹാദാ ദീകുൻ, ഇത് പൂവൻ കോഴിയാകുന്നു. ഹാദാ ദീകുൻ. ഹാദിഹി സഹറത്തുൻ, എന്തുകൊണ്ടാണ് ഹാദിഹി പറഞ്ഞത്? ഇവിടെ സഹറത്തുൻ ഹാത്തായിൽ അവസാനിക്കുന്ന വേർഡാണ് അല്ലെ. അപ്പൊ പൂവ് എന്നുള്ളത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് ഹാദിഹി എന്നുള്ളത് ഉപയോഗിച്ചത്. ഇനി ഹാദാ സിൻജാബുൻ, അണ്ണാന് പുല്ലിംഗമാണ്, അതുകൊണ്ടാണ് ഹാദാ സിൻജാബുൻ. അപ്പൊ ഇവിടൊക്കെ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഈ വസ്തുക്കളുടെ അറബിയിൽ എന്താണ് ഇതിനൊക്കെ പറയുക എന്ന് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം. അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ പറഞ്ഞത് ഹാദാ ഹാദിഹി എന്നുള്ളതാണ്. രണ്ടിന്റെയും അർത്ഥം ഇത് എന്ന് തന്നെയാണ്. വ്യത്യാസം ഹാദ എന്നുള്ളത് പുല്ലിംഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയും ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാനും വേണ്ടിയാണ് എന്ന വ്യത്യാസം മനസ്സിലാക്കുക. ഇവിടെ രണ്ടായത്തുണ്ട്. ഇന്ന ഹാദിഹി തദ്കിറ ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഇതിൽ ഹാദയും ഹാദിഹിയും വേർതിരിക്കാനാണ്. ഇവിടെ കണ്ടു ഹാദിഹി, ഇവിടെ ഹാദ. ഇനി അടുത്ത പാഠം അൻത ഇബ്നുൻ. ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് ഒന്നാമത്തെ പാഠത്തിൽ അന എന്നുള്ളത് പറഞ്ഞു, ഞാൻ എന്നുള്ള അർത്ഥം. രണ്ടാമത്തെ പാഠത്തിൽ ഹാദ ഹാദിഹി പറഞ്ഞു. രണ്ടിന്റെയും അർത്ഥം ഇത് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ വ്യത്യാസം നമ്മൾ പറഞ്ഞു, ഒന്ന് ആണിനും മറ്റൊന്ന് പെണ്ണിനും. പൊതുവെ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ദിസ് എന്നുള്ള പ്രയോഗമാണ് ഹാദ എന്നുള്ളതിന്. ഇംഗ്ലീഷിൽ ദിസ് ഈസ് മൈ ബ്രദർ, ദിസ് ഈസ് മൈ സിസ്റ്റർ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ദിസ് ഈസ് എന്നുള്ള പ്രയോഗമാണ് നമ്മൾ പ്രയോഗിക്കുക. പക്ഷെ അറബിയിൽ രണ്ടിനും വ്യത്യാസമുണ്ട്. ലിംഗം വ്യത്യാസം വരുന്നതോടുകൂടെ ഹാദ ഹാദിഹി എന്നുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അറബിയിൽ. ഇനി അടുത്ത പാഠം അൻത. അൻത ഇബ്നുൻ. അൻത എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം. നമ്മുടെ മുമ്പിലുള്ള ഒരു ആണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അൻത എന്നുള്ള പ്രയോഗം. അപ്പൊ അൻത നീ, അതൊരാണിനോട് പറയുന്നതാണ്. ഇനി പെണ്ണിനോടാണെങ്കിലോ അൻതി, അൻത അൻതി. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. അൻത എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള ഒരു ആണിനെ സൂചിപ്പിക്കുന്നത് നീ എന്നുള്ളതും, അൻതി എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള ഒരു പെണ്ണിനെ സൂചിപ്പിക്കുന്നതും. അപ്പൊ ആണാണെങ്കിൽ അൻത എന്നും പെണ്ണാണെങ്കിൽ അൻതി എന്നും. ആ ഒരു വ്യത്യാസം ഇവിടെ മനസ്സിലാക്കണം. അന ബിൻതുൻ, പെൺകുട്ടി പറയാണ് അന ബിൻതുൻ, ഞാൻ പെൺകുട്ടിയാകുന്നു. എന്നിട്ട് ഈ പെൺകുട്ടി ഇവനോട് പറയാണ് അൻത ഇബ്നുൻ, നീ ആൺകുട്ടിയാണ്. കണ്ടോ? അപ്പോ അൻത മുമ്പിലുള്ളത് ആണല്ലേ, അതുകൊണ്ടാണ് അൻത എന്ന് പറഞ്ഞത്. ഇനി ഇവൻ പറയാണ് അന ഇബ്നുൻ, ഞാൻ ആൺകുട്ടിയാണ്. അന ഇബ്നുൻ, ഞാൻ ആൺകുട്ടിയാണ്. എന്നിട്ട് ഇവൻ ഇവളോട് പറയാണ് അൻതി ബിൻതുൻ, നീ പെൺകുട്ടിയാണ്. അപ്പൊ അൻതയും അൻതിയും വ്യത്യാസം മനസ്സിലായോ? അൻതി എന്ന് പറഞ്ഞാൽ അത് പെണ്ണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇനി ഇവിടെ മൂന്നും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. അന ഉസ്താദുൻ, ഉസ്താദ് പറയാണ് ഞാൻ ഉസ്താദാണ്. എന്നിട്ട് ഉസ്താദ് ഇവനോട് പറയാണ് അൻത ഇബ്നുൻ, നീ ആൺകുട്ടിയാണ്. ഉസ്താദ് ഇവളോട് പറയാണ് അൻതി ബിൻതുൻ, നീ പെൺകുട്ടിയാണ്. അപ്പോൾ ഈ അനയും അൻതയും അൻതിയും ഒക്കെ വരുന്ന വ്യത്യാസങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി ഇവിടെ ഒരു ചെറിയ പാട്ടുണ്ട്. ഹാദാ ഇബ്നി, ഹാദാ ഇബ്നി, ഇത് എന്റെ മകനാകുന്നു, ഇത് എന്റെ മകനാകുന്നു. ഇവിടെ ഇബ്നുൻ എന്ന് പറഞ്ഞാൽ മകൻ എന്നർത്ഥം. അതിന്റെ കൂടെ യാ ചേർത്ത് കൊടുത്താൽ, യാ ചേർത്ത് കൊടുക്കുമ്പോൾ എന്റെ എന്നുള്ള അർത്ഥം കിട്ടും. ഇബ്നി എന്ന് പറയുമ്പോൾ എന്റെ മകൻ. അപ്പൊ ഹാദാ ഇബ്നി, ഇത് എന്റെ മകനാകുന്നു. ഹാദിഹി ബിൻതി, ഇത് എന്റെ മകളാകുന്നു. ഇത് ഇവിടെ എന്തുകൊണ്ടാണ് ഹാദിഹി എന്ന് വന്നത്? ഇവിടെ ബിൻത്ത് മകളല്ലേ, അതുകൊണ്ട് പെണ്ണിനെ സൂചിപ്പിക്കാൻ ഹാദിഹി എന്നാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ടാണ് ഹാദിഹി ബിൻതി. ഇനി ഹാദാ ജദ്ദി, ഇത് എന്റെ വലിയുപ്പയാകുന്നു. ഹാദിഹി ഉമ്മി, ഇത് എന്റെ ഉമ്മയാകുന്നു. അപ്പോ ഇവിടേക്ക് ഹാദയും ഹാദിഹിയും തമ്മിലുള്ള വ്യത്യാസം വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി അടുത്തത് അൻത. അൻത നീ അബത്തി, അൻത അബത്തി, നിങ്ങൾ എന്റെ വാപ്പയാകുന്നു. അൻതി ഉമ്മി, നിങ്ങൾ എന്റെ ഉമ്മയാകുന്നു. അപ്പൊ വാപ്പ മുദക്കറായത് ആണായതുകൊണ്ടാണ് അൻത പറഞ്ഞത്. ഉമ്മ പെണ്ണായതുകൊണ്ട് അൻതി എന്ന് പ്രയോഗിച്ചു. അപ്പോ ഹാദാ ഹാദിഹി, അൻത അൻതി, അൻത അൻതി, രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി ഇവിടെ നക്തുബു കമാഫിൽ മിസാൽ, ഇതിൽ കാണുന്നത് പോലെ എഴുതാൻ വേണ്ടിയിട്ടാണ്. അൻത ഇബ്നുൻ, ഇവിടെ പിക്ചർ ശ്രദ്ധിക്കണം. ആരോടാണ് പറയുന്നത് എന്ന് വിദ്യാർത്ഥികൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അതിനനുസരിച്ചാണ് ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ കണ്ടോ, ഈ പെണ്ണ്
ചൂണ്ടുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഈ ചിത്രം മനസ്സിലാക്കണം. ഇവൾ ഇവനോടാണ് പറയുന്നത്, അപ്പൊ ആണിനോടാണ് പറയുന്നത്. ആണിനോട് പറയാൻ നമ്മൾ അൻതയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അൻത ഇബ്നുൻ, അൻത ഇബ്നുൻ. അപ്പൊ ഇങ്ങനെ ഒരു പിക്ചറിന് നമ്മൾ തെറ്റായിട്ട് അൻതി ഇബ്നുൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്ക് മിസ്സായി പോകും. കാരണം എന്താ, അൻതി എന്നുള്ളത് പെണ്ണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിക്ചർ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ആണിനോടാണ് പറയുന്നത്. അപ്പൊ അൻത ഇബ്നുൻ, അൻത ഇബ്നുൻ. ഇനി രണ്ടാമത്തത്, ദൈവൻ ഇവളെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ പെണ്ണിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ അൻതി എന്നാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ അൻതി ബിൻതുൻ, അൻതി ബിൻതുൻ. അടുത്തത് ഇവിടെ പെൺകുട്ടി ഉസ്താദിനോട് പറയാണ് അൻത ഉസ്താദുൻ. അപ്പൊ ഉസ്താദ് ആണല്ലേ, അപ്പൊ അൻത ഉസ്താദുൻ, അൻത ഉസ്താദുൻ. അപ്പൊ ഇവിടെ നമ്മൾ അൻത എന്നാണ് എഴുതി കൊടുക്കേണ്ടത്, അൻത ഉസ്താദുൻ. ഇനി ഉസ്താദ് ഇവളോട് പറയാണ് അൻതി ദാരിസത്തുൻ, കാരണം ഇവിടെ പെണ്ണല്ലേ. അപ്പൊ അൻതി ദാരിസത്തുൻ, ദാരിസത്തുൻ, അൻതി ദാരിസത്തുൻ. ഇതാണ് വ്യത്യാസങ്ങൾ. ഇനി ഇവിടെ ഉള്ള ആയത്തിൽ നിന്ന് അൻതയും അൻത വേർതിരിക്കാൻ വേണ്ടിയാണ്. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. അപ്പൊ ഇവിടെ അൻത വന്നു. അതുപോലെ അൻതൽ അലീമുൽ ഹകീം, ഇവിടെ അൻത വന്നു. അപ്പൊ 3 പാഠങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞത് അന, ഹാദ, ഹാദിഹി, അൻത, അൻതി. അന എന്ന് പറഞ്ഞാൽ ഞാൻ, ഹാദ ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത്. ഹാദ എന്നുള്ളത് പുല്ലിംഗത്തിന് ഉപയോഗിക്കുന്നു, ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്നു. അൻത, അൻതി രണ്ടിന്റെയും അർത്ഥം നീ എന്നാണ്. അൻത എന്നുള്ളത് പുരുഷന്മാരെ പുല്ലിംഗത്തിനെ സൂചിപ്പിക്കുന്നു, അൻതി എന്നുള്ളത് സ്ത്രീകളെ സൂചിപ്പിക്കുന്നു. ഇതാണ് വ്യത്യാസം. ഇനി അവസാനത്തെ പാഠം മാഹാദ. മാഹാദ ഇവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഈ മായും അതുപോലെ മൻ, ഇത് രണ്ടുമാണ്. മാ, മൻ. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം കൃത്യമായി അറിയണം. മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്. നമ്മൾ ഇംഗ്ലീഷിൽ വാട്ട് എന്ന് ചോദിക്കുമല്ലോ. അപ്പൊ മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്. അപ്പൊ മാഹാദ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? ഈ 4ാമത്തെ പാഠമാകുമ്പോഴേക്ക് ഇതിന്റെ അർത്ഥം വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് അറിയാൻ കഴിയണം. മാ എന്ന് പറഞ്ഞാൽ എന്ത്, അത് കിട്ടിയാൽ ഹാദ നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചു. ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ്. അപ്പൊ മാഹാദ ഇത് രണ്ടും കൂട്ടി പറയുമ്പോൾ മാഹാദ എന്താണിത്, വാട്ട് ഈസ് ദിസ് എന്നുള്ള ക്വസ്റ്റ്യൻ രൂപമായി ഇത് മാറും. ഇങ്ങനെ മാ കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ് അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കാൻ പാടില്ല. കാരണം അത് ക്വസ്റ്റ്യൻ ആണ്. മാഹാദ എന്താണിത്, കണ്ടോ, മാഹാദ, മാഹാദ. അപ്പൊ നമുക്ക് പരീക്ഷയിൽ ഇങ്ങനെ പ്രതീക്ഷിക്കാം, ഇതുപോലെ മാഹാദ തന്നിട്ട് പിക്ചറും തന്നിട്ട് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് തരും. അപ്പൊ നമ്മൾ അതിന്റെ ഉത്തരം എഴുതണം. ആ രൂപത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ മാഹാദ എന്താണിത്, ഹാദ, ഹാദ മാഞ്ച, മാഞ്ച, മാംഗോക്ക് മാഞ്ച എന്നാണ് പറയാ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, എന്തുകൊണ്ടാണോ നമ്മുടെ ക്വസ്റ്റ്യൻ അവസാനിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ തുടങ്ങേണ്ടത്. കണ്ടോ, ഇവിടെ മാഹാദ എന്താണിത്, ഹാദ കൊണ്ടല്ല അവസാനിച്ചത്. അപ്പൊ ആ അവസാനിക്കുന്ന വേർഡ് കൊണ്ടാണ് നമ്മുടെ ആൻസർ തുടങ്ങേണ്ടത്. ഹാദ മാഞ്ച, ഹാദ മാഞ്ച. ഇനി മാഹാദിഹി എന്താണത്, ഇവിടെ എന്തുകൊണ്ടാണ് ഹാദിഹി പറഞ്ഞത്? ഇവിടെ പൂച്ച സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് മാഹാദിഹി എന്നുള്ളത് പറഞ്ഞത്. അപ്പൊ പുല്ലിംഗം സ്ത്രീലിംഗം അതിനനുസരിച്ച് ഇവിടെ മാറ്റി കൊടുക്കാൻ മറക്കരുത്. മാഹാദിഹി, ഹാദിഹി ഹിറത്തുൻ. ഇനി അടുത്തൊരു വേർഡ് മൻ. മാ കഴിഞ്ഞു, മാ എന്ന് പറഞ്ഞാൽ എന്ത്, വാട്ട്. ഇനി മൻ, മൻ എന്ന് പറഞ്ഞാൽ ആര്, ഹൂ. നമ്മൾ ഇംഗ്ലീഷിൽ ഹൂ എന്ന് ചോദിക്കാറുണ്ടല്ലോ. മൻ ആര്. ഇവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഹാദ, ഹാദിഹി നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ. അപ്പൊ മൻ ഹാദ, മൻ ഹാദ ആരാണത്? അപ്പൊ മൻ ഹാദ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ആണിനെ കുറിച്ചാണ് എന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവണം. കാരണം ഹാദ എന്നുള്ളത് പുല്ലിംഗത്തിനാണല്ലോ ഉപയോഗിക്കുക. മൻ ഹാദ ആരാണത്? ഹാദ ബാസിമുൻ, ഇത് ബാസിമാണ്. മൻ ഹാദ ആരാണിത്? ഹാദ ബാസിമുൻ, ഇത് ബാസിമാണ്. ഇനി പെണ്ണാണെങ്കിലോ മൻ ഹാദിഹി ആരാണിത്? അപ്പൊ ഹാദിഹി ലുബ്ന, ഇത് ലുബ്നയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അവസാനിക്കുന്നത് അതുകൊണ്ട് ആൻസർ തുടങ്ങുക. ഹാദ കൊണ്ടാണെങ്കിൽ ഹാദ കൊണ്ട് ആൻസർ തുടങ്ങുക. ഹാദിഹി കൊണ്ടാണ് ക്വസ്റ്റ്യൻ അവസാനിക്കുന്നതെങ്കിൽ ഹാദിഹി കൊണ്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ തുടങ്ങേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഹാദ കലമുൻ, ഇവിടെ ആൻസർ ഉണ്ട്. ഹാദ കലമുൻ, ഇത് പേനയാണ്. അതിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കണം. അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി മാ ഹാദ. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ആൻസർ തന്നിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിട്ട് ആൻസർ ഉണ്ടാക്കുക. 2 രൂപത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഹാദ കലമുൻ ആദ്യമേ ആൻസർ പറഞ്ഞു വെച്ചു, ഇത് പേനയാകുന്നു. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ എന്താ? ഇതെന്താണ്? അതാണ് ഇവിടെ മാ ഹാദ, മാ ഹാദ ഇതെന്താണ്. ഇനി അടുത്തത് ഹാദിഹി സഹറത്തുൻ, ഇത് പൂവാകുന്നു, ഇത് പൂവാകുന്നു. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതെന്താകുന്നു? മാ ഹാദിഹി, മാ ഹാദിഹി.
അപ്പൊ ഇവിടെ ഇങ്ങനെ തന്നതുകൊണ്ട് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ഹതായിൽ അവസാനിക്കുന്ന വേർഡാണ് അല്ലെ, അപ്പൊ അത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് ഇവിടെ ഹാദിഹി പ്രയോഗിച്ചത്. അപ്പൊ അതിനനുസരിച്ച് തന്നെ നമ്മൾ ക്വസ്റ്റ്യനും ഉണ്ടാക്കണം. ഇപ്പൊ ഇവിടെയും ആ ഹാദ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഇവിടെയും ഇതെന്താണ് എന്ന് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ആൻസർ തന്നിട്ട് ഇവിടെയും മാ ഹാദ എന്ന് എഴുതിയാൽ ക്വസ്റ്റ്യൻ തെറ്റായി പോകും, കാരണം ഇത് സ്ത്രീലിംഗമാണ്. അപ്പൊ മാ ഹാദിഹി എന്ന് തന്നെ എഴുതണം, മറക്കരുത്. ഇനി അടുത്തത് ഹാദ അഹി, ഹാദ ഇത് അഹി എന്റെ സഹോദരനാണ്. അപ്പൊ അതിന്റെ ചോദ്യം എന്താ, ഇത് ആരാണ്, മൻ ഹാദ, മൻ ഹാദ. ഇനി ഹാദിഹി ഉഖ്തി, ഇത് എന്റെ സഹോദരിയാണ്. അപ്പൊ അതിന്റെ ചോദ്യം എന്താ, ഇത് ആരാന്ന് തന്നെയാണ്, മൻ ഹാദിഹി, മൻ ഹാദിഹി എന്നാകും, കാരണം ഇത് സ്ത്രീയാണല്ലോ, മൻ ഹാദിഹി. അപ്പോ അതിന്റെ ഉത്തരം ഹാദിഹി ഉഖ്തി, ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഒരു വർക്കുണ്ട്, ഒരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് ബാക്കിയുള്ളത് എഴുതാൻ വേണ്ടിയാണ്. മാ ഹാദ, മാ ഹാദ, ഇതെന്താണ്, വാട്ട് ഈസ് ദീസ്, ഇതെന്താണ്, നമുക്കറിയാലോ, ബുക്കല്ലേ, ബുക്കിൽ എന്താ നമ്മൾ അറബി പറയാ, കിതാബുൻ. അപ്പൊ ഹാദ കിതാബുൻ, ഹാദ കിതാബുൻ. ഇവിടെ കണ്ടോ ക്വസ്റ്റ്യൻ മാ ഹാദ എന്നല്ലേ, അപ്പൊ ഹാദ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ആൻസറും തുടങ്ങുക, ഹാദ കിതാബുൻ. ഇവിടെ ഹാദയാണോ ഹാദിഹി എന്നാണോ എന്നൊന്നും കൺഫ്യൂഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല, കാരണം ക്വസ്റ്റ്യൻ എങ്ങനെയാണോ അവസാനിക്കുന്നത് അതിനനുസരിച്ച് അതിന്റെ ഉത്തരം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഹാദ കിതാബുൻ. ഇനി ഇവിടെ നോക്ക്, ഒരു കുട്ടിയുടെ ഫോട്ടോ ഉണ്ട്. നമ്മള് മൻ, ആരി എന്നുള്ളതിന് നമ്മൾ എന്താ പഠിച്ച്, മൻ, മൻ എന്നല്ലേ, അവിടെ ബോയ് ആണ്, അതുകൊണ്ട് മൻ ഹാദ, ആരാണിത്, ഹാദ യാസീൻ, അല്ലെങ്കിൽ ഹാദ ബാസിമുൻ, ഹാദ സുഹൈലുൻ, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കുട്ടിയുടെ പേര് ഏതാ. ഇനി ഇവിടെ മാഹാദിഹി, ഇവിടെ പൂച്ചയല്ലേ, ഇവിടെ പൂച്ചയല്ലേ, പൂച്ച മുഅന്നസ് അല്ലേ, സ്ത്രീലിംഗമല്ലേ, അതുകൊണ്ടാണ് മാഹാദിഹി. ഇവിടെ എന്താ നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കേണ്ടത്, മാഹാദിഹി, ഇതെന്താണ്, ഹാദിഹി ഹിറത്തുൻ, ഹാദിഹി ഹിറത്തുൻ, ഇത് പൂച്ചക്കുട്ടിയാണ്. ഇനി അടുത്തത് മൻഹാദിഹി, മൻഹാദിഹി. ഈ മായും മന്നും കൊണ്ട് തുടങ്ങുന്ന സെന്റൻസിന് നിർബന്ധമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. മൻഹാദിഹി, ആരാണിത്, ഇവിടെ എന്തുകൊണ്ട് ഹാദിഹി ഉപയോഗിച്ചു, ഇത് പെണ്ണായതുകൊണ്ട്. മൻഹാദിഹി, ആരാണിത്. അപ്പോ ഹാദിഹി ഫാത്തിമ എന്ന് വേണം, ഹാദിഹി ഫാത്തിമ, ഹാദിഹി ഫാത്തിമ. അപ്പൊ എന്തുകൊണ്ടാണോ ക്വസ്റ്റ്യൻ അവസാനിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആൻസർ തുടങ്ങേണ്ടത്. അപ്പൊ ഹാദിഹി ഫാത്തിമ അല്ലെങ്കിൽ ഹാദിഹി ലുബ്ന, ഏത് സ്ത്രീകളുടെ പേരും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പൊ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞത് മാ എന്നുള്ളതും മൻ എന്നുള്ളതും. മാ എന്ന് പറഞ്ഞാൽ എന്ത്, മൻ എന്ന് പറഞ്ഞാൽ ആര്. പിന്നെ ഹാദ ഹാദിഹി അതെല്ലാം നമ്മൾ സ്ത്രീലിംഗം പുല്ലിംഗം അതിനനുസരിച്ച് മാറ്റി കൊടുത്താൽ മതി. ഇനി ഇവിടെ അൽ ഖാരിഅതു മൽ ഖാരിഅ മൻ ഫഅല ഹാദ ബിആലിഹതിന, ഇവിടെയുള്ള മായും മന്നും കണ്ടെത്താൻ വേണ്ടിയാണ്. ഇത്രയും പാഠങ്ങളാണ് നമുക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് ലിസാനുൽ ഖുർആനിൽ വരുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായും പഠിക്കണം. അന എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ, ഹാദ ഹാദിഹി എന്നുള്ളതിന്റെ അർത്ഥം ഇത്. ഹാദ എന്നുള്ളത് പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്നു, ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നു. പിന്നെ അൻത അൻതി രണ്ടിന്റെയും അർത്ഥം നീ എന്നാണ്. അൻത എന്നുള്ളത് പുല്ലിംഗത്തെ പുരുഷന്മാരെ സൂചിപ്പിക്കുന്നു, അൻതി എന്നുള്ളത് സ്ത്രീകളെ സൂചിപ്പിക്കുന്നു. പിന്നെ അവസാനമായിട്ട് പറഞ്ഞത് മാ മൻ എന്നുള്ളത്. മാ എന്ന് പറഞ്ഞാൽ എന്ത്, മൻ എന്ന് പറഞ്ഞാൽ ആര്. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പിന്നെ ഈ ഫസ്റ്റ് പേജിൽ പറഞ്ഞ ഈ ചിത്രങ്ങൾ അതിന്റെ അറബി നിർബന്ധമായും പഠിക്കണം. ഇപ്പൊ നമ്മൾ കണ്ട ഉദാഹരണങ്ങളൊക്കെ ഈ പിക്ചറിൽ നിന്ന് വന്ന വാക്കുകൾ, വസ്തുക്കൾ തന്നെയാണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ വാക്കുകളെല്ലാം നിർബന്ധമായും നമ്മൾ പഠിക്കണം. ഇനി ഇതുമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരട്ടെ. പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ലിസാനുൽ ഖുർആനിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.